മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മാനെ സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മാവെന്ന് ഓർത്താൽ മതി. അപ്പൊ ബ്രഹ്മ, മ്യാൻമർ, ഉഗ്രകോപം, സിന്ധു റാനവേ, കാവേരി ചൂടായി. ഈ 3 പോയിന്റ് ഈ ഒരു കഥ പോലെ ഓർത്തിരുന്നാൽ ഗംഗ, സിന്ധു, കാവേരി നിങ്ങൾക്ക് മാറിപ്പോവാതെ ഓർക്കാൻ പറ്റും. ഏവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം. നമ്മൾ കറണ്ട് അഫയേഴ്സിലെ രക്ഷാപ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് രക്ഷാപ്രവർത്തനങ്ങളെ. അപ്പം നമ്മളൊരു ചോദ്യത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയാണ്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം. ഓക്കെ, നമ്മൾ ഈ വേദികൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ ആ വീഡിയോ കാണുക. ഓക്കെ അല്ലേ? പ്രധാനപ്പെട്ട ഉച്ചകോടികളുടെയും മറ്റും വേദികൾ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളാണ് കണക്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഗംഗയാണ്. ഓപ്പറേഷൻ ഗംഗയാണ്. ഇത് 2022 ദൗത്യമാണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് 2026 അതായത് ഇപ്പോഴും ഈ പോയിന്റ്സ് ഒക്കെ റെലവെന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഗംഗയുടെ പേരിലും അതുപോലെ സിന്ധുവിന്റെ പേരിലും കാവേരിയുടെ പേരിലും ഓരോ ഓപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ ഗംഗ നമ്മൾ പറഞ്ഞു, റഷ്യ യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ രക്ഷിക്കാനാണ് ഓപ്പറേഷൻ ഗംഗ. ഓക്കെ, അതുപോലെ സിന്ധു എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയതാണ് ഓപ്പറേഷൻ സിന്ധു 2025. അതുപോലെ ഓപ്പറേഷൻ കാവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് സുഡാനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയതാണ് 2023 ഓപ്പറേഷൻ കാവേരി. അപ്പൊ ഇത് 3 നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാന്ന് കേട്ട് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഗംഗ ആയിക്കോട്ടെ, സിന്ധു ആയിക്കോട്ടെ, കാവേരി ആയിക്കോട്ടെ, ഇതൊക്കെ നദികളുടെ പേരാണ്. നമ്മൾ പുരാണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ മനുഷ്യരായിട്ടൊക്കെ പരിഗണിക്കാറുണ്ട് അല്ലേ? ഇപ്പം ഗംഗ ദേവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നദികളെയൊക്കെ മനുഷ്യരായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. അപ്പൊ ഇവർ 3 സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുക. ഗംഗയും സിന്ധുവും കാവേരിയും സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുക. ഇതില് സിന്ധു ഗംഗയ്ക്കിട്ടൊരു പാര വയ്ക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം സിന്ധു ഗംഗയ്ക്കിട്ട് പാര വെച്ചു. അത് ഗംഗ അറിയുന്നു. അപ്പൊ ഗംഗ എന്ത് ചെയ്തു? ഉഗ്രകോപത്തോടെ സിന്ധുവിനോട് ദേഷ്യപ്പെട്ടു. മനസ്സിലായ? ഗംഗ ഉഗ്രകോപത്തോടെ സിന്ധുവിനോട് ദേഷ്യപ്പെട്ടു. അപ്പൊ സിന്ധു പേടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെടുക എന്ന് വെച്ചാൽ റാനവേ ഓടി രക്ഷപ്പെട്ട് കാവേരിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ കാവേരി ഈ വിഷയം അറിഞ്ഞിട്ട് കാവേരിയും ചൂടായി നിൽക്കുകയാണ്. അപ്പം ഗംഗ ഉഗ്രകോപത്തോടെ സിന്ധുവിനോട് ദേഷ്യപ്പെട്ടു. സിന്ധു ഓടി രക്ഷപ്പെട്ടു. അതായത് റാനവേ വന്നത് കാവേരി അടുത്ത്, കാവേരിയും ചൂടായി നിൽക്കുന്നു. കിട്ടി, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഗംഗ ഉഗ്രകോപി. അപ്പൊ ഗംഗ ഉക്രൈൻ റഷ്യ യുദ്ധത്തെ തുടർന്ന് ഉക്രൈനിൽ കുടുങ്ങിയ ആൾക്കാരെ ഇന്ത്യയിൽ എത്തിക്കാനായിട്ട്. അടുത്ത സിന്ധു റാൻ എവേ ഓടി രക്ഷപ്പെട്ടു. അപ്പം ഇറാൻ. ഓക്കെ, ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ധു. കാവേരി ചൂടായി നിന്നു എന്ന് പറയുമ്പോൾ സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയതാണ് ഓപ്പറേഷൻ കാവേരി. അപ്പൊ ഗംഗ ഉഗ്രകോപം, സിന്ധു റാനവേ, കാവേരി ചൂടായി. ഈ 3 പോയിന്റ് ഈ ഒരു കഥ പോലെ ഓർത്തിരുന്നാൽ ഗംഗ, സിന്ധു, കാവേരി നിങ്ങൾക്ക് മാറിപ്പോവാതെ ഓർക്കാൻ പറ്റും. 3 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ഓപ്പറേഷൻ സാഗർ ബന്ധു 2025. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഈസിയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് എന്ന് പറയുന്ന ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സാഗരത്തിൽ, കടലില്ലേ, നമ്മുടെ ബംഗാൾ ഉൾക്കടലിലല്ലേ ശ്രീലങ്ക കിടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിലല്ലേ ശ്രീലങ്ക കിടക്കുന്നത്. അപ്പം സാഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബന്ധുവാണ് ശ്രീലങ്ക എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സാഗർ ബന്ധു ശ്രീലങ്ക. ഓപ്പറേഷൻ സാഗർ ബന്ധു ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് സാഗർ ബന്ധു. സാഗരത്തിലെ ബന്ധുവാണ് ശ്രീലങ്ക എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ ഓപ്പറേഷൻ ബ്രഹ്മ 2025 2025 മാർച്ച് മാസം 28 മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓക്കെ അല്ലേ? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാർച്ച് മാസം 28 മ്യാൻമറിലുണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഈ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനല്ലേ? മനുഷ്യന് രൂപം നൽകിയിരിക്കുന്നത് ഹിന്ദു മിത്തോളജി പ്രകാരം ബ്രഹ്മാവല്ലേ? അല്ലേ? അപ്പൊ ബ്രഹ്മാവാണ് മനുഷ്യന് രൂപം നൽകിയിരിക്കുന്നത് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ മനുഷ്യനെ മാനെ സൃഷ്ടിച്ചിരിക്കുന്നത് ബ്രഹ്മാവെന്ന് ഓർത്താൽ മതി. അപ്പൊ ബ്രഹ്മ, മ്യാൻമറിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ.
അടുത്ത ഓപ്പറേഷൻ കരുണ 2023 ഓപ്പറേഷൻ കരുണ. മോക്ക ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമറിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ. മനുഷ്യനോട് കരുണ കാണിക്കണം നടത്താൽ മതി. അപ്പം മാൻ എന്ന പോയിന്റ് വെച്ച് തന്നെ പഠിക്കാൻ പറ്റും. മാനോട് അല്ലെങ്കിൽ മനുഷ്യനോട് കരുണ കാണിക്കണം. മാൻ എന്ന് വെച്ചാൽ മനുഷ്യൻ. ഓക്കെ, അപ്പം മാനെ സൃഷ്ടിച്ചത് ബ്രഹ്മ. അപ്പൊ ഓപ്പറേഷൻ ബ്രഹ്മ മ്യാൻമറില് മാനോട് കരുണ കാണിക്കണം. അപ്പൊ ഓപ്പറേഷൻ കരുണ മ്യാൻമറിൽ. ഓക്കെ അല്ലേ? അപ്പൊ അത് പഠിക്കാൻ പറ്റും. ഇനി ഓപ്പറേഷൻ അജയ് 2023. ഓപ്പറേഷൻ അജയ് 2023. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്പറേഷൻ അജയ് ഏത് വർഷമാണ്? 2023. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനാണ് ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ എന്ന് കണക്ട് ചെയ്യാനായിട്ട് ഇസ്രയേലിൻ്റെയിലുള്ള ആയുധങ്ങൾ ഭയങ്കര ശക്തമായതും മോഡേൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ അവരെ ഉണ്ട്. അപ്പൊ അവരെ തോൽപ്പിക്കാൻ പാടാണ്. അവർ അജയ്യരാണെന്ന് ഓർത്തിരിക്കുക. ഇസ്രയേൽ എങ്ങനത്തെ ആൾക്കാരാണ്? അജയ്യർ. അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇസ്രയേൽ അജയ്യരാണ്, അവർ തോൽപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഓപ്പറേഷൻ അജയ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ് 2023. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ജൂലൈ മാസം 18-നും പിന്നെ ഓഗസ്റ്റ് മാസത്തിലുമായിട്ട് നടക്കുന്ന 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ഫൈനൽ മാരത്തോൺ ബാച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലൈവ് ബാച്ചാണ്. ടോട്ടൽ ക്ലാസ് എല്ലാം ലൈവാണ് വരുന്നത്. 379 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ, അതായത് ഒരാഴ്ചയായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ക്ലാസ് നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 10 മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് മുമ്പേ തന്നെ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ? ശരി, അപ്പൊ ജോയിൻ ചെയ്യുക പെട്ടെന്ന്. അടുത്ത ഓപ്പറേഷൻ ദോസ്ത് 2023. ഭൂകമ്പത്തെ തുടർന്ന് തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിൽ 2023 അതിശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഏത്? ഓപ്പറേഷൻ ദോസ്ത് എന്നുള്ളതോടെ ഓർത്തിരിക്കുക. അടുത്ത ഓപ്പറേഷൻ സത്ഫാവ് 2024. ഓപ്പറേഷൻ സത്ഫാവ് 2024. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് മ്യാൻമർ, ലാവോസ്, വിയറ്റ്നാം. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് മ്യാൻമർ, ലാവോസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച ദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ സത്ഫാവ് എന്ന് പറയുന്നത് കേട്ടോ. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് മ്യാൻമർ, ലാവോസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച ദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ സത്ഫാവ്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ടത്. ഇനി ഏതെങ്കിലും വരികയാണെങ്കിൽ ഞാൻ കണ്ടവേഴ്സ് ക്ലാസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ സിന്ധു, ഗംഗ, കാവേരി ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഗംഗ, ഉഗ്രകോപം അത് വെച്ചിട്ട് ഉക്രൈൻ ഓർക്കുക. അതുപോലെ സിന്ധു, റാനവേ വെച്ച് ഓടി രക്ഷപ്പെട്ടു, അത് വെച്ചിട്ട് ഇറാൻ ഓർക്കുക. കാവേരി ചൂടായി വെച്ചിട്ട് സുഡാൻ ഓർക്കുക. അപ്പൊ അത് മൂന്നും ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള പറഞ്ഞത് ആ രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക, വായിച്ച് പഠിക്കുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.